ഹലോ, വെൽക്കം ടു പുതിയ വീഡിയോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ട്രിപ്പ് പോവാണ്. കൊടൈക്കനാലിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓരോരുത്തർ എത്തി തുടങ്ങി, വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് കാണാം. രാജു ഇവിടെ എത്തിയിട്ടുണ്ട്. രാജു ഒരു കോളാണ്. നമ്മൾ പോകുന്ന വണ്ടി ഇതാണ്. എത്തിയ ഓരോരുത്തരെ കാണിച്ചു തരാം. ഇത് ദത്തൻ വരുന്നില്ല. ദത്തന് കുറച്ച് പഠിക്കാണ്ടെന്ന് പറയുന്നു. അജീഷ് ഇതാ റെഡി ആയിട്ടുണ്ട്. അജീഷ് ആയി. കാർത്തി ഇത് അപ്പൊ തന്നെ ഇവിടുന്ന് റെഡി ആയിട്ടുണ്ട്. കാർത്തി വഴിയിൽ പഴനിക്ക് ഇറങ്ങുന്ന പറയുന്നത്. അനിയേട്ടന് നമ്മളുടെ കൂടെ പ്രാവശ്യം ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇതാ ചന്തുവേട്ടൻ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ, പോണ്ടേ? ഓ ഇതാണോ? ഓക്കെ ഓക്കെ. പിന്നെ അക്ഷയത്ത് ഇതാ സരു 6000 രൂപ, പാന്റ് 2000 രൂപ. വൈശാഖ് റെഡി ആയിട്ടുണ്ട്. സെറ്റല്ലേ? ഇത് സ്കൂൾ കുട്ടിയല്ല, കാർത്തിയാണ്. കാർത്തി ബാക്ക് മുടി നോട്ടെ, സൂപ്പറായിട്ടുണ്ട്. ചന്തുവേട്ടനെ വിറ്റ് ജീവിക്കാൻ കുറച്ച്. നമ്മൾ രാത്രിത്തേക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെറുതെ പുറത്തുനിന്ന് കഴിച്ച് വയറ് കേടാക്കണ്ടല്ലോ. നമ്മള് വീട്ടിൽ നിന്ന് തന്നെ സരു കുക്ക്ഡ് ബൈ ചന്തു. നമ്മള് സോജോനും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ സോജോനും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഹലോ, ഞങ്ങളെല്ലാവരും ഒരു ചെറിയ ട്രിപ്പ് കൊടൈക്കനാൽ പോവാണ്. എല്ലാവരും ഇല്ല, എന്നാലും ഒരുവിധം എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ ബൈ. ഞങ്ങള് പൊള്ളാച്ചി എത്തി. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. വെള്ളമില്ലാത്ത കട കൊണ്ട് വേണമെങ്കിൽ ഫോട്ടോ എടുത്തോ. പൊള്ളാച്ചി എത്തിയില്ലേ? ഹലോ, നേരം വെളുത്തു. ഇന്നലെ ഞങ്ങൾ എത്താൻ ഭയങ്കര ലേറ്റായിട്ട് അങ്ങനെ ഫുഡും കഴിച്ച് കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ ഒരു 6:30 എണീറ്റപ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ. ഞാൻ വ്യൂ കാണിച്ചു തരാം. ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമെന്നുള്ള വ്യൂ ആണിത്. നമ്മൾ ഇന്നലെ നിന്ന റൂം കാണിച്ചു തരാം. അക്ഷയ് ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നലെ ഈ റൂമിലാണ് നിന്നത്. അത്യാവശ്യം നല്ല റൂമാണ്. ഇതേപോലെ ഒരു റൂം അപ്പുറത്തും കൂടെ ഉണ്ട്. നല്ല തണുപ്പുണ്ട്. കാർത്തിക് ഗുഡ് മോർണിംഗ്. നല്ല ക്ലൈമറ്റ് അല്ലേ? വ്യൂ എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്ക് കിട്ടിയൊരു നമ്മുടെ ഫ്രണ്ടാണ്. ഹലോ, ചന്തോട്ടനൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി. ഹലോ, ഇവന്റെ പേരാണ് സബർജല്ലി. ആ വാലാട്ടുണ്ട്. എല്ലാവരും കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് രാവിലത്തെ ചായ വന്നു. ചായയും കാപ്പിയൊക്കെ വന്നു. എടുത്തോ. ചായ കാപ്പിയാണോ? കാപ്പി. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു മരമുണ്ട്. സബർജല്ലിൻ്റെ മരമാണ്. അപ്പോൾ അത് പറിച്ച് കഴിച്ചോളാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ ചേട്ടൻ. നോക്കി നോക്കട്ടെ. ഇതാണ് നമ്മുടെ മരം. അജിയെ ഇവിടെ യെസ് കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് സബർജല്ലി സ്ട്രെയിറ്റ് ഫ്രം മരം. അതെ, ക്രെഡിറ്റ് ഗോസ് ടു അജീഷ്. നമുക്ക് കുറച്ചും കൂടെ കിട്ടും. അതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? കഴുകണോ? കഴുകണ്ടല്ലോ അല്ലേ? പ്രോട്ടീനോ? നൈസാ. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പർ, അടിപൊളിയുണ്ട്. ടേസ്റ്റ് ഉണ്ടാ? നമ്മൾ ഒരു ലോഡ് സബർജല്ലി ഇവിടെ സെറ്റ് ചെയ്തു. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കിയാലോ എന്നാണ് വിചാരിക്കുന്നത്.
അജീഷ് നിർത്തിയിട്ടില്ല, വീണ്ടും പറിച്ചുകൊണ്ടിരിക്കും. മരത്തിലുള്ള എല്ലാ സബർജല്ലിയും എടുക്കും പറഞ്ഞിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഞങ്ങൾ കഴിച്ചു നോക്കി, നല്ല മധുരം. പണ്ട് 2 രൂപയ്ക്ക് നമുക്ക് സ്കൂളിന് മുമ്പിൽ കിട്ടും. സാധനം കട്ട് ചെയ്തിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ആ ഫോട്ടോ സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഐശാകെ തണുക്കണ്ട? നല്ല വെയിൽ വന്നിട്ടുണ്ട്, പക്ഷേ തണുപ്പ് തന്നെയാണ്, വെയിലിന് ചൂടില്ല. വിശക്കാൻ തുടങ്ങി, ബ്രേക്ക്ഫാസ്റ്റിന് വെയിറ്റിംഗ് ആണ്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങളങ്ങനെ ഇനി സ്ഥലങ്ങൾ കാണാൻ പോകും. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഫുഡ് എത്തിയിരിക്കുകയാണ്. എല്ലാവരും കഴിക്കാൻ തുടങ്ങി. അജി നല്ല ഫുഡ്. ഇതൊക്കെ വരും കേട്ടോ, അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുകയാണ് ചന്തോട്ടൻ. നല്ല ഇഡ്ഡലിയും സാമ്പാറുമാണ്, ചട്നി. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ വണ്ടി കയറിയിട്ട് ലേക്ക് കാണാനാണ് നമ്മൾ പോകുന്നത്. പിന്നെ പൈൻ ഫോറസ്റ്റ് പോകണം. എല്ലാവരും സെറ്റല്ലേ ഐശാകെ? അപ്പം നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്പോട്ട് പിടിച്ച് പോവുകയാണ്. എല്ലാവരും സെറ്റാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ഗുണാക്കേവിലേക്കാണ് പോകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പൈൻ ഫോറസ്റ്റ്. രാവിലെ പറഞ്ഞു ഞാൻ സബർ ജെല്ലിക്കാണ്. ജെല്ലിക്കല്ല, ജെല്ലി വാപ്പ. സബർ ജെല്ലിക്ക വയ്യ ഗൈസ്, വയ്യ പനിയാണ്. നമ്മൾ ഒരു വ്യൂ പോയിന്റിലേക്കാണ് ആദ്യം പോകുന്നത്. എങ്ങനെയുണ്ട് നോക്കാം. നമ്മൾ ആദ്യം ഗുണാക്കേവ് അല്ലെങ്കിൽ ലേക്കിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വ്യൂ പോയിന്റിലേക്കാണെന്നാണ് പറയുന്നത്. നല്ല തിരക്കാണിന്ന്, സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു. ഇവിടെ ചോക്ലേറ്റ്സ്, പിന്നെ കണ്ണടകൾ, ഡ്രസ്സ്, സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു സ്ട്രീറ്റിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് ചന്തോട്ട റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല, ആൾക്ക് പനിയാണ്, തണുപ്പായതുകൊണ്ട് കിട്ടിയ സാധനം എടുത്തിട്ടിരിക്കുകയാണ്. ലേഡീസിന്റെ മാല, വള, കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോ? ചോക്ലേറ്റ്സ് ഉണ്ട്, അതെന്തായാലും വാങ്ങണം കേട്ടോ പോകുമ്പോൾ. നമ്മൾ വ്യൂ പോയിന്റ് എത്തി. ഞാൻ ചിലപ്പം ഫോൺ എടുത്ത് വെക്കും, ഇവിടെ ഫുള്ള് കുരങ്ങന്മാരാണ്. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഈ കുരങ്ങന്മാർ ഫോൺ അടിച്ചിട്ട് പോകുന്നത്. ഇതേരിക്കണ് 1, 2, 3 സീനാണ്. വല്ല തലയിലൊക്കെ വന്ന് മാന്തിയാൽ പണി പാളും. ഇവിടെ ഒരു പാമ്പിനെ കണ്ടിരിക്കുകയാണ്. ചേട്ടൻ എന്താ കോലെടുത്തത് അതിനെ മേനൊക്കെ ആക്കി വിടുകയാണ്. ചേട്ടൻ പാമ്പിനെ തൂക്കിയൊരൊറ്റ കയറ്. എവിടെ ഏട്ടാ? ഓ, പച്ചല കൊത്തി ചെറുത്. അവരെങ്ങനെ പാമ്പിനെ പിടിക്കാൻ പോവാണ്. പച്ചല കൊത്തി വ്യൂ പോയിന്റ് ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അണ്ണൻ ഷോപ്പ് തുറന്നു. പുള്ളിയുടെ കടേൻ്റെ മേലായിരുന്നു പാമ്പുണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തൂക്കുന്ന ഐറ്റംസ് ഒക്കെയാണ് മെയിനായിട്ടുള്ളത്. വ്യൂ പോയിന്റ് കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഭയങ്കര തിരക്കാണ്. കുതിര സവാരിയൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ കുതിരകളുണ്ട്. കുതിര ചെറഞ്ഞ് നിൽക്കുകയാണ്. ഞാനൊന്ന് നോക്കിപ്പോ. നമ്മളെ വണ്ടി അപ്പുറത്താണ് നിർത്തിയിരിക്കുന്നത്. വണ്ടി മുകളിലാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോകണം. നമ്മൾ ഇവിടെ ഒരു ചൂല് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഈ മന്ത്രവാദികളൊക്കെ പോവില്ലേ, തിരിച്ചല്ലേ? മന്ത്രവാദി ഒറ്റ ചാട്ടം. കുറച്ച് നമ്മൾ ഈ
ഐറ്റം വാങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് മണത്ത് നോക്കിയിട്ട് എന്താണ് ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ മൂക്കടിച്ച് പോകുന്ന പോലെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. ഫസ്റ്റ് ട്രൈ ചെയ്തോ? ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാം. കുറച്ചെടുക്കണത് അല്ലെങ്കിൽ എടാ കൊല്ലോ നിങ്ങള്. ട്രൈ ആരും ട്രൈ ചെയ്യരുത്, ആരും ട്രൈ ചെയ്യരുത്. എന്റെ അമ്മോ, അടുത്താള്. ആ ഒരു കളിയില്ല, ഇനി അടുത്താള്. എന്റെ അമ്മോ മൊത്തം വലിക്കണോ? പൊന്നാരം കാണിച്ചാണല്ലോ കൈ അമർത്തിട്ട് ഞാൻ വലിക്കാം. ആ മരിക്കി ചാവ്. അടുത്താള് അൽത്താഫ്. ശരിക്കും വലിക്കണേ. ഇത് ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഇത് കാട്ടിക്കൂട്ടല്ല, ശരിക്കും ഇത് വെറുതെ അഭിനയിച്ചല്ല, കണ്ണെന്നൊക്കെ ഒന്നീച്ച മാറുണ്ട്. അമ്മോ സീനാണ്. ആരും ട്രൈ ചെയ്യരുത്. പക്ഷെ ഇത് വാങ്ങിയത് കൊണ്ട് നമുക്കിത് ട്രൈ ചെയ്തേ പറ്റൂ. പിന്നെ അതുമല്ല ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു. ഇനി ബാക്കിയുള്ളൊരു ഞാൻ പറഞ്ഞവരത് വലിക്കണത് അവ പറയാ വലിയ എഫക്ട് ഒന്നും ഇല്ലടാ. തീരെ എഫക്റ്റ് ഇല്ല. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടേ ഉള്ളൂ. പക്ഷെ യൂസ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് 100% ശരിക്കും വന്ന എക്സ്പ്രഷനാണ്, അഭിനയിച്ചല്ല. ഇതിങ്ങനെ ഒരു കേറി സാധനം, ഒരു ഷോക്ക് അങ്ങ് ടേന്ന് കേറി. നമ്മൾ അപ്പോൾ ഇനി ഗുണ കേവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഗുണ കേവിൻ്റെ എൻട്രി. ഗുണ കേവ് ഞങ്ങൾ ഏകദേശം എത്താനായി. എന്താ അറിയില്ല, ഈ കാണുന്നവർ മൊത്തം സുഭാഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പടത്തിന്റെ എഫക്റ്റ് ആയിരിക്കും. എന്നാലും അത് ഇതുവരെ കഴിഞ്ഞില്ലെന്ന് ആലോചിക്കുന്നത്. എല്ലാവരും സുഭാഷേ ലൂസ് അടിക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തിനാണോ എന്തോ ഈ കാർത്തി അവിടെ പോയി പറയുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. സുഭാഷേ ജ്യൂസ് അടിക്കുന്നൊക്കെ. കൊരങ്ങന്മാര് സീനാണ്. ഫോണൊക്കെ അടിച്ചിട്ട് പോയാ തേഞ്ഞു പെട്ടു. അത് കണ്ട അന്തം വിട്ട് നിൽക്കാണ്. സ്വാമി ശരണം എന്നൊക്കെ പറയുന്നുണ്ട് കുറെ ടീം. എന്താണോ എന്തോ സ്വാമിയേന്നൊക്കെ. അക്ഷയ് വീഡിയോ എടുത്തോണ്ടിരിക്കുക റീൽസിനുള്ള. ഇത് കൂടെയാണ് നോക്കുന്നത് എല്ലാരും. ഇവിടെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലെത്തിയത് നോക്കാം എങ്ങനെയുണ്ട്. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. അടുത്തത് ഇനി മരങ്ങളുടെ മുകളിൽ ആ വേരിൽ പോയി നിന്നിട്ട് വീഡിയോ എടുക്കാനുള്ള പരിപാടിയാണ്. കേറ് കുറച്ച് ടാസ്ക്കാണ് ഇത് കൂടെ കയറുന്നത്. അങ്ങനെ ഒടുവിൽ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സമയത്തെ കാത്തിരിപ്പിന് ശേഷം ഫോട്ടോ ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. ഇനി ഇവിടെ തിരിച്ചിറങ്ങുന്നതാണ് ടാസ്ക്. ഗുണാക്കേവത്തെ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ കണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി അടുത്ത സ്പോട്ട് മിക്കവാറും പൈൻ ഫോറസ്റ്റ് ആയിരിക്കും. കൊള്ളാം, നല്ല ക്ലൈമറ്റുമാണ്, അടിപൊളിയുണ്ട്. കോട ഇറങ്ങി, ഫുള്ളായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട്. ഞാനും വാങ്ങി ചോക്ലേറ്റ്. എല്ലാവരും ചോക്ലേറ്റ് ഇവിടുന്നാണ് വാങ്ങിയത്. സെയിം തന്നെ. ഞാൻ ആ സാധനം വാങ്ങിയില്ല, അത് വെറും ചോക്കാണ്. നമ്മളപ്പോൾ ഈ കടയിൽ നിന്ന് വാങ്ങിയത്. മൊത്തത്തിൽ വാങ്ങിക്കഴിഞ്ഞാൽ വില കുറച്ച് തരാന്നൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോൾ മൂഞ്ചിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കടയിൽ നിന്ന് ആരും മേടിക്കരുത്. അതെ, നമ്മൾ വഞ്ചിക്കപ്പെടും. പെട്ടില്ലേ? അങ്ങനെ ഗുണാക്കിയതിനു ശേഷം ഞങ്ങൾ വന്നിരിക്കുന്നതാണ് പൈൻ ഫോറസ്റ്റ്. അൽത്താഫുമായിട്ടൊരു സംഭാഷണം നടത്തി. അപ്പൊ അൽത്താഫ് പറയുന്നത് പൈൻ മരത്തിലുണ്ടാവുന്ന ആപ്പിളാണ് പൈനാപ്പിൾ എന്ന്.
നമ്മള് ഒരു ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ്, ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഫോട്ടോ നോക്കാനുള്ള തിരക്കിലാണ്. ഈ ഫോട്ടോ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാരും നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക. ഫോട്ടോ എടുത്തതിന് ശേഷം ഇപ്പൊ ചേട്ടന് ക്യാമറ തിരിച്ചു കൊടുക്കുന്നില്ല. ഈ ചേട്ടൻ നമ്മുടെ ഫോട്ടോ എടുത്തു. ചേട്ടാ പേരൊന്നുകൂടെ പറയും. സ്വാമിദാസ്. പൈൻ ഫോറസ്റ്റത്തെ വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും കഴിഞ്ഞിട്ട് നമ്മളിനി ഇവിടുന്ന് ചലിക്കുകയാണ്. അടുത്തത് എങ്ങോട്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഫുഡ് കഴിക്കാനായിരിക്കും. എല്ലാവർക്കും വിശന്നു തുടങ്ങി. രാവിലത്തെ ഇഡ്ഡലി തയ്ച്ചില്ലേ? അങ്ങനെ നമ്മള് ഫോട്ടോ എടുത്ത ഫോട്ടോ നമുക്ക് കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഫോട്ടോ. ഇത് നമ്മൾ ക്ലബിൽ തൂക്കാനാണ് നമ്മുടെ പ്ലാൻ. ഇതൊരു മെമ്മറി ആയിട്ട് നമ്മുടെ ക്ലബിൽ. അടിപൊളി ഫോട്ടോ. കാർത്തി ഇത് പിടിക്കുവോ കുറച്ചു നേരം? നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ബിരിയാണിയാണ് കഴിക്കുന്നത്. കാർത്തി വെജ് ആയതുകൊണ്ട് കാർത്തിക്ക് സദ്യയാണ്. എടാ ഫുഡ് എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ബിരിയാണിയാണ്. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ. എന്തായാലും കഴിച്ചു നോക്കാം. ഞാൻ കുറച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ദഹിക്കാൻ വേണ്ടിയിട്ട് മേലെ കയറി നിൽക്കുക. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് സെറ്റ് ആകുമ്പോഴേക്കും ഞങ്ങൾ ലേക്കിലേക്ക് വന്നു. ഇനി ലേക്ക് പോയിട്ട് ബോട്ടിൽ പോകാന്നൊക്കെ പറയുന്നുണ്ട്. പ്ലാന് കൺഫേം ആയിട്ടില്ല. ചെറുതായിട്ട് ജലദോഷവും പനിയും വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. വയ്യ. അപ്പം ഇനി ലേക്ക് എത്തിയിട്ട് കാണാം. അപ്പോൾ ബോട്ടിങ്ങിന് പോകാൻ പ്ലാനായി. എന്താ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാരും ഉഷാറിലാണ്. കമോൺ ലെറ്റ്സ് ഗോ. അരമണിക്കൂർ വളരെ കുറവാണെന്നാ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ എല്ലാവരും കിതച്ച് കുത്തും. ഞാൻ അൽത്താഫ് 2 സീറ്ററിലാണ്. നമ്മൾ പൊളിക്കും. അവരൊക്കെ 4 സീറ്ററിലാണ് പോകുന്നത്. പുറകിലിരിക്കുന്ന 2 ആൾ സുഖിക്കും, മുന്നിലിരിക്കുന്ന 2 ആള് ചവിട്ടി മരിക്കും. ഫുഡ് കഴിച്ചുകൊണ്ടായി ഉറങ്ങാനുള്ള മൂടാണ്. പക്ഷേ നമ്മൾ ഇതുവരെ വന്നിട്ട് ഇനിയിപ്പോൾ ബോട്ടിങ് ഒഴിവാക്കുന്നത് ശരിയല്ലല്ലോ. അത് ശരിയല്ല. എനിക്ക് ചെറിയ ജലദോഷവും പനിയും പോലെ വരുന്നുണ്ട്. കുഴപ്പമില്ല, നോക്കാം. എന്തായാലും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഓരോരുത്തർ റെഡിയായി. എല്ലാവരും ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റായി. എന്താ അത് സെറ്റല്ലേ? എനിക്ക് കിട്ടി ജാക്കറ്റ്. അൽത്താഫെ ഒന്നിച്ചു പോവാ. നമ്മളാണൊരു ടീം. വേറെ എടുക്ക്. അപ്പൊ നമ്മളുടെ ബോട്ട് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങളെ ബോട്ടിൽ ഇതാ ചന്തുവേട്ടുണ്ട്, അൽത്താഫ് ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. ഈ വലത്ത് കാണുന്നവർ ഞങ്ങൾക്ക് മുന്നേ പോയ ടീമാണ്. അവരെ ഞങ്ങളിപ്പോ വെട്ടിക്കും. നമ്മളെ കൂടെ വന്നവന്മാരെ കാണാനില്ല. ഇവന്മാര് ചവിട്ടി എവിടെ എത്തി? അതാ പോണു. നമ്മൾ നല്ല സ്പീഡില് പോണു. അതെ, ഒരു 100-110 ഞങ്ങൾ പോകുന്നത്. അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് ടീമിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവന്മാരെ ഞങ്ങളിപ്പോ വെട്ടിക്കും, ഉറപ്പാണ്. അൽത്താഫെ ഞാനിപ്പോ ചവിട്ടുന്നില്ല, ഞാൻ കുറച്ച് റെസ്റ്റാണ്. ഇത് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജിയാണ്. അതായത് ഇപ്പൊ അൽത്താഫ് ഫുള്ള് പവർ എടുത്ത് ചവിട്ടും. ഇത് കഴിഞ്ഞ് ഞാൻ ഫുള്ള് പവർ എടുത്ത് ചവിട്ടും. ചന്തുവേട്ടൻ ബാക്കിൽ നിന്ന് കാണിക്കാൻ നിങ്ങൾ കാര്യമാക്കണ്ട. ഏയ് ഞങ്ങൾ എത്തിയിട്ടേ. നമ്മളെ ചെറിയൊരു മത്സരം വെക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 ബോട്ടുണ്ട്. 3 ബോട്ട് ഒരേപോലെ നിർത്തിയിട്ട് അത് അറ്റം വരെ മത്സരം. ആര് ജയിക്കുന്നുള്ള അറിയുന്നത്. ഞങ്ങളുടെ 3 പേരേ ഉള്ളൂ. എന്താ ഇവരുടെ ടീമിൽ 3 പേരേ ഉള്ളൂ. ഞങ്ങളുടെ ഉള്ള ഞാനുണ്ട്, അൽത്താഫ് ഉണ്ട്, ചന്തുവേട്ടുണ്ട്. ഇവരുടെ ടീമിൽ അക്ഷയ്, അജീഷ്, രാജു. ഇപ്പൊ ടീം എ ഒന്ന് ഹായ് കാണിക്കും. ടീം സി മത്സരത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിലാണെന്ന് മത്സരം. ഓക്കെ, ഞാൻ കൈകൊണ്ട് തുഴയണോ? കൈകൊണ്ട് തുഴയണോ? വേണ്ട. എടാ ഇവന്മാരെന്താ റബ്ബർ പാലാണോ ഓടിക്കുന്നത്? ഞങ്ങളിപ്പോ പമ്പിച്ച ലീഡിലാണ്. അയ്യോ ഇതാ തുഴഞ്ഞെത്തുന്നുള്ളവര്. മത്സരം സമാപിച്ചപ്പോൾ വിജയം ഞങ്ങൾക്ക്. തലയ്ക്ക് വയ്യാത്ത ഓരോരുത്തന്മാരുടെ അവസ്ഥ. വണ്ടി ലോക്കായി. ഇതാ 3 കൂടെ ലോക്കായി. ഇത് ഇല്ലുമിനാറ്റി ട്രയാങ്കിൾ ആണ്.
നമുക്ക് ആ ബോട്ടിനെ അടിക്കുന്നത്. ഞങ്ങള് നേർക്കുനേർ ഇടിക്കാനുള്ള ഒരു പ്ലാനിലേക്ക് എത്തിയിട്ടുണ്ട്. വാ വാടാ വാടാ വാടാ. കഴിഞ്ഞു കഴിഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പത വന്നതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. എന്താ ഇവരെല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? കുതിരേന്റെ കുളമ്പടിയാണ്, കുളമ്പടി. ലാഡറോ? ലാഡൻ ലാഡൻ ലാഡം. തീരുമാനമാക്കോ? ഞാനിപ്പോ ലേക്കിന്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാല് മറ്റേ ബലൂൺ അടിച്ച് പൊട്ടിക്കില്ലേ, അതാണ് നമ്മുടെ പ്ലാൻ. 10 ബലൂണൊന്ന് അടിച്ച് പൊട്ടിക്കും. ആദ്യമായി ഇറങ്ങുന്നത് ചന്തുവേട്ടനാണ്. പോയില്ലേ? ശരി, ഇയാള് കൊള്ളിക്കടേ. ഓ ഓ ഓക്കെ, അടുത്തത് സരുവാണ്. ആ അടുത്തത് വൈശാഖ്. അപ്പുറത്തെ കടക്കാരനെ നോക്കിയായി കൊള്ളു. ഓക്കെ, അൽത്താഫ് ഇറങ്ങിയിരിക്കുകയാണ്. അൽത്താഫ് വിദഗ്ധമായി പരാജയപ്പെട്ടു. കാർത്തി ഇറങ്ങണം. ഇനി കേട്ടോ കാർത്തി ഈ മാറിക്ക്. ലേശം കൂടെ മാറിക്ക്. ഇയാളിവിടെ ആകാശിക്കോ? അതിലുണ്ടില്ല. അത് അപ്പുറത്തെ ജില്ല എത്തി. വേണ്ട അത്ര. കാർത്തിയനെ കാർത്തിയൻ ഇത് എത്രണ്ണായി? ലാസ്റ്റ്, അടുത്ത ലാസ്റ്റ് ആണ്. ഓക്കെ, അക്ഷയ് നടുവിലേക്ക് ഒന്നുമില്ലാത്ത എനിക്ക് വിടുന്നു. ഞാൻ പറയാം. പച്ച നാലാമത്തെ ഈ ചങ്ങായി ലാസ്റ്റത്തെ നിലത്തിട്ട് പൊട്ടിച്ച് പോയി. അപ്പൊ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. എല്ലാരും ഓരോ ചായ കുടിക്കാന്ന് വിചാരിച്ചു. വീട്ടിലേക്ക് എന്തായാലും ഏതായാലും ചായപ്പൊടി വാങ്ങണം. ഇവിടെ വമ്പൻ പർച്ചേസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഇവിടെ നിന്നുള്ള പർച്ചേസും കഴിഞ്ഞു. ഞാനൊരു ചായപ്പൊടി വാങ്ങി. എല്ലാവരും വണ്ടിയിൽ സെറ്റായി. ഇനി തിരിച്ചു പോവാണ്. കഴിഞ്ഞില്ലേ? ഇനി പോവല്ലേ നമ്മള്? ഇനി നേരെ തിരിച്ച് നാട്ടിലേക്ക്. അപ്പം അങ്ങനെ ട്രിപ്പിന് ഏകദേശം തീരുമാനമായി. പരിപാടിയൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വിട്ടുകയാണ്. എല്ലാവരും ഉറങ്ങാനുള്ള മൂഡിലേക്ക് എത്തി. ഇനിയിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്തുകയാണെങ്കിൽ അവിടെ നിന്ന് കാണാം, അല്ലേ? ചായ പിടിക്കാനായിട്ട് നിർത്തുകയാണെങ്കിൽ അവിടെ നിന്ന് കാണാം. ഞങ്ങളെല്ലാവരും കിടന്ന് ഉറങ്ങായിരുന്നു. ഒരു ചായ പിടിക്കാൻ വേണ്ടി നിർത്തി. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താലേ. കാരണം ഇനിയിപ്പോ നമ്മളെന്തായാലും വീടെത്തുമ്പോ നൈറ്റ് ആവും. അപ്പോ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോ ഈ വീഡിയോ ഓക്കെ, ആ വ്യൂ പോയിന്റ് കൂടെ കാണിച്ചത്. ഇതാണ് അൽത്താഫ് പറഞ്ഞ വ്യൂ പോയിന്റ്. ഓക്കെ അർദി, ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. പൊട്ടങ്ങളെടുത്ത്. അപ്പൊ ഓക്കെ ബൈ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.